കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ലൊരു പിടി ഇന്നതേ ഈ കാണുന്ന തോട് ബ്ലോക്ക് ചെയ്ത് മീൻ പിടിക്കാൻ പോകട്ടാ. ദേ ഇങ്ങനത്തെ വല വെച്ചിട്ടാ തോട് ബ്ലോക്ക് ചെയ്യണത്. അത്യാവശ്യം നല്ല വീതിയുള്ള തോടാണ്. തോട് ബ്ലോക്ക് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടി ഈ പുല്ലും കുളവാഴയൊക്കെ മാറ്റലുണ്ടാ. അത്യാവശ്യം നല്ല കുളവാഴയൊക്കെ പിടിച്ച് കിടക്കണം. അങ്ങനെ ദേ കുളവാഴയൊക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തോടിന്റെ രണ്ട് സൈഡിലും നല്ല കട്ടയ്ക്ക് പുല്ല് വളർന്നിരിക്കും കേട്ടാ. അതാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും പാടുള്ളത്. പിന്നെ ഈ പുല്ലൊക്കെ മുഴുവനായിട്ട് ക്ലീൻ ചെയ്യൽ നടപ്പുള്ള കാര്യമല്ല കേട്ടാ. ഭയങ്കര കട്ടിക്കാണ് പുല്ല് ഇവിടെ. മീനുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനുള്ള ചാൻസും ഉണ്ട്. മീൻ മാത്രമല്ല കേട്ടാ, ചിലപ്പോൾ പാമ്പും ഉണ്ടാവും. ആദ്യത്തെ വല ഉണ്ടായി വെച്ചിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ മീൻ ഇല്ലാണ്ടിരിക്കൂല. പിന്നെ ഈ തോട്ടിന്റെ നടുക്ക് ഒരാൾ മേലെ താഴ്ചയുണ്ട് കേട്ടാ. അതുകൊണ്ട് അവിടെ ചെളി ഒരു മീൻ പിടിക്കല് നടപ്പുള്ള കാര്യമല്ല. അങ്ങനെ ആദ്യത്തെ വല എന്തായാലും വെറുതെ ആയില്ല കേട്ടാ. ഒരു കരിപ്പിടി കയറിയിട്ടുണ്ട്. ഗ്യാപ്പൊന്നുമില്ലല്ലോ. നല്ലൊരു പിടി നല്ല അടിപൊളി സൈസ് കരിപ്പിടിയാണ്ടാ. ഇപ്പൊ തോട്ടിൽ നിന്ന് കിട്ടുന്നത് ഇതേപോലെ നല്ല വലിപ്പമുള്ള കരിപ്പിടികളും. മുമ്പൊക്കെ ഇവിടെ തോട് ബ്ലോക്ക് ചെയ്ത് ചാട്ടിടുമ്പോ ബ്രാലൊക്കെ ചാടി കിട്ടാറുണ്ട് കേട്ടാ. പക്ഷെ ഇത്തവണ അങ്ങനെ ബ്രാലിന്റെ എനക്കൊന്നും കാണാനില്ല. വേറെ മറ്റേതിലായിരുന്നു ഇതിപ്പോ രണ്ടോ മൂന്നാമത്തെ വലയുണ്ടാ. നമ്മളെന്തായാലും മീൻ കിട്ടിയത് മാത്രമേ കാണിക്കണുള്ളൂ. ഈ തോട്ടില് നന്നായിട്ട് ചെളിയുണ്ട് കേട്ടാ. അതുകൊണ്ട് ഈ മീനുകളൊക്കെ ചെളിയിലേക്കൊക്കെ പൂണ്ടിരിക്കും. ഇതേപോലെ സൈഡിലൊക്കെ കയറിയിരിക്കുന്ന മീനുകളാണ് നമുക്ക് കിട്ടണത്. ഇത് നല്ല കരിമുട്ടി കരിപ്പിടിയാണ്. ഈ തോട്ടിലൊക്കെ കൂടുതൽ ഇപ്പൊ വളർത്ത് കരിപ്പിടി തന്നെ ഇട്ടാ കാണുന്നത്. ഓരോ വല കോരുമ്പോഴും നന്നായിട്ട് ചെളി കയറുന്നുണ്ട് കേട്ടാ. ഈ ചെളിയൊക്കെ അലമ്പിക്കളഞ്ഞാലേ മീനുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര ലോഡാണ് കേട്ടോ വലമേ കയറുന്നത്. നമ്മളിത് ബലം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വല കീറിപ്പോവാനുള്ള ചാൻസും ഉണ്ട്. ചിലപ്പോൾ മീനുകൾ കയറി വലയിൽ അനങ്ങാണ്ട് കിടക്കും. അതുകൊണ്ട് ഈ ചെളിയൊക്കെ ഫുള്ളായിട്ട് അലമ്പിക്കളയണം. അപ്പോഴേ മീനുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ഇതുപോലെ അലമ്പിയിട്ടാ വലയിലത്തെ ചെളി കളയുന്നത്. ഇങ്ങനെ കളയുമ്പോൾ വലയുടെ വെയിറ്റ് കുറയും. പിടിച്ചിട്ട് വേണമെങ്കിൽ എറിഞ്ഞു. കിട്ടിയാ അതേ ഞങ്ങളെ കരിപ്പിനെ പിടിച്ചു കൂട്ടാണ് വേണ്ട. കൊന്നല്ല. അധികം മീനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടാ. ആകെ 3-4 മീനെ കിട്ടിയിട്ടുള്ളൂ.
ഞങ്ങളെന്തായാലും തോട്ടിൽ ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയി പോയിട്ടാ. ഇപ്പൊ നല്ല ഉച്ച സമയമായിട്ടുണ്ട്. അത് കാരണം വെയിലും ഒരു രക്ഷയില്ല. കഴിഞ്ഞ വർഷത്തെ പോലെയൊന്നും എന്തായാലും മീൻ കിട്ടിയിട്ടില്ല കേട്ടാ. വളരെ കുറച്ച് മീനെ കിട്ടിയിട്ടുള്ളൂ. ഇന്നത്തെ തോട് പിടുത്തം എന്തായാലും നഷ്ടക്കച്ചവടമായിട്ടാ. ഇടയ്ക്കൊക്കെ ഓരോ മീൻ മാത്രമേ കിട്ടണുള്ളൂ. ഇനി എന്തായാലും കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് മീൻ പിടുത്തം നിർത്തും കേട്ടാ. ഈ പുല്ലൊക്കെ കൊണ്ട് എല്ലാവരും മേലൊക്കെ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാവരും കയറാനുള്ള പരിപാടിയാണ് കേട്ടാ. ഇതിപ്പോ ലാസ്റ്റ് വലയാണ് ഈ വെച്ചിട്ടുള്ളത്. ഈ വലയിലും മീനൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അങ്ങനെ ഇന്നത്തെ മീൻ പിടുത്തം വൈൻഡപ്പ് ചെയ്തിട്ടാ. ഇന്നെന്തായാലും നിസ്സാര മീനുകളെ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല ചൂടാണ്. ഇതേ വെള്ളത്തിലിട്ട മീനുകൾ വരെ ചത്തു. നമ്മൾ പണിപ്പെട്ടതിനുള്ള മീനുകൾ ഇന്നെന്തായാലും കിട്ടിയിട്ടില്ല. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ.